Everstrong Learning. ഹായ് ഓൾ, വെൽക്കം ടു എവിസ്ട്രോൺ ലേണിംഗ്. ഇന്ന് നമ്മൾ കേരള സിലബസ് ഇംഗ്ലീഷിലെ ക്ലാസ് 1 ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന് പറയുന്നത് ഒരു ഹോണിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ബസ്സിൻ്റെ ഹോണാണ് ഹോങ് ഹോങ്ങും ഒരു കാറിൻ്റെ ഹോണാണ് ടൂട്ട് ടൂട്ടും. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒരു ബ്ലൂ കളർ ബസ്സും ഒരു റെഡ് കളർ കാറുമാണ്. ഇവിടെ പറയുന്നത് ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. ഇതൊരു ബസ്സാണ്, ഒരു ബ്ലൂ കളറുള്ള ബസ്. ദ ബസ് ഈസ് ബിഗ്. ബസ് വലുതാണ്. ഈ വലുതാണ് എന്ന വാക്കിന് പറയുന്നതാണ് ബിഗ്. ഈ ബിഗ് എന്ന വാക്ക് ഇവിടെ വലുതാക്കി കാണിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് കൂടുതലായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ കൊടുത്തത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ബസ്? എന്താണ് ബസ്സിൻ്റെ കളർ? ബ്ലൂ കളറാണ് അല്ലേ? ഈ ബസ്സിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. അടുത്തത്, ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ഇതൊരു കാറാണ്, ഒരു റെഡ് കാർ. കാറ് ചെറുതാണ്. ചെറുതാണെന്ന വാക്കിന് ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് സ്മോൾ എന്നാണ്. സ്മോൾ എന്നത് ചെറുതായതുകൊണ്ട് ആ വാക്ക് കൊടുത്തത് ചെറുതായിട്ടാണ്. സ്മോൾ എന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ ചെറുതായിട്ടാണ് ആ വാക്ക് കൊടുത്തത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? കാറിൻ്റെ കളർ എന്താണ്? റെഡ് അല്ലേ? അടുത്തത്, ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ഞാനൊരു ബസ്സാണ്. ഹോങ് ഹോങ് എന്നാണ് ഇവിടെ ബസ്സിനെ പറയുന്നത്. ഹോങ് ഹോങ് എന്നാണ് ബസ്സിൻ്റെ ഹോണ്. അതാണ് ഇവിടെ ബസ്സിൻ്റെ ഹോണായിട്ട് ഹോങ് ഹോങ് എന്നാണ് പറയുന്നത്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഒരു ബ്ലൂ ബസ് റോഡിൽ കൂടെ പോവുകയാണ്. വേർ ഈസ് ദ ബസ് ഗോയിങ്? അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എവിടേക്കാണോ ഈ ബസ് പോകുന്നതെന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഐ ആം എ കാർ. ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് എന്നാണ് കാറിൻ്റെ ഓണിനെ ഇവിടെ പറയുന്നത്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റോഡിൽ ഒരു റെഡ് കാർ ഉണ്ട്. വെർ ഈസ് ദ കാർ ഗോയിങ്? ഈ കാർ എങ്ങോട്ടാണ് പോകുന്നത്? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലം വേണമെങ്കിലും പറയാം. അടുത്തത്, ഐ ഹാവ് എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. ബസ് പറയാണ് എനിക്കൊരു ഹോൺ ഉണ്ട്. ഹോങ് ഹോങ് ഹോൺ. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് ഒരു ഹോൺ ഉണ്ട്. അതിൻ്റെ ശബ്ദം ഹോങ് ഹോങ് എന്നാണ്. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഹോൺ മാത്രമാണോ ഉള്ളത്? നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിന് വേറെ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നെയിം ചെയ്യൂ. എന്തൊക്കെയുണ്ട്? വീൽസ് ഉണ്ട്, പിന്നെ ലൈറ്റ്സ് ഉണ്ട്, സീറ്റ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് വീലുണ്ട്. അങ്ങനെ കുറേ പാർട്സ് ബസ്സിനുണ്ടല്ലേ? അടുത്തത്, കാർ പറയാണ് ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. വൈറ്റ് ലൈറ്റ്സ്. വെള്ള നിറത്തിലുള്ള ലൈറ്റ്സ്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. ദേ ആർ വൈറ്റ്. കാറിന് 2 ലൈറ്റ് ഉണ്ട്. അത് രണ്ടും വൈറ്റാണ്. ദ കാർ ഹാസ് മെനി പാർട്സ്. ക്യാൻ യു നെയിം ദം? കാറിന് ലൈറ്റ് അല്ലാതെയും വേറെ കുറേ പാർട്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം. വീൽസ് ഉണ്ട്, സീറ്റ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ പാർട്സ് നമ്മുടെ കാറിനുണ്ട്. അടുത്തത്, ബസ് പറയാണ് ഐ റൺ ഫാസ്റ്റ്. ബസ് ഞാൻ വേഗത്തിൽ പോകുന്നു. മീ ടു. ഞാനും. കാറ് പറയാണ് ദ ബസ് റൺസ് ഫാസ്റ്റ്. ബസ് വേഗത്തിൽ പോകുന്നു. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും വേഗത്തിൽ പോകുന്നു. ദ കാർ ആൻഡ് ദ ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? കാറും ബസ്സും വേഗത്തിൽ പോകുന്നു. ഇത് നല്ലതാണോ എന്നാണ് ഇവിടെ ചോദിച്ച ചോദ്യം. നിങ്ങൾ പറയും നല്ലതാണോ എന്ന്? നല്ലതല്ല അല്ലേ? കാര്യം എന്താ? ഇത് ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹോങ് ഹോങ്
ഹെയ് കാർ ഗിവ് എവേ. ഇവിടെ ബസ് പറയാണ് ഹോങ് ഹോങ്, ഹോൺ അടിച്ചുകൊണ്ട് കാറിനോട് മാറാൻ. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. പോലീസ് ഓഫീസർ നിർത്താൻ ആവശ്യപ്പെടുന്നു. ബസ് നിർത്തുന്നില്ല, കാറും നിർത്തുന്നില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സ്റ്റോപ്പ് എന്നിവിടെ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. ടൂട്ട് ടൂട്ട് യു മൂവ്. ഹോൺ അടിച്ചുകൊണ്ട് കാറ് മാറാൻ ആവശ്യപ്പെടുന്നു. വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ആക്സിഡൻ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും കൂട്ടിയിടിച്ചു. വേർ ഈസ് ദ പോലീസ് ഓഫീസർ? ഇവിടെ എവിടെയാണ് പോലീസ് ഓഫീസർ? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? ഇവിടെ പോലീസ് ഓഫീസർ ഈസ് നിയർ ദ ബസ് ആൻഡ് ദ കാർ. ബസ്സിൻ്റെയും കാറിൻ്റെയും അടുത്തുണ്ട് പോലീസ് ഓഫീസർ. ഈ പോലീസ് ഓഫീസർ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം ആക്ഷൻ എടുക്കുമല്ലേ ഇതിനെതിരെ? അല്ലെങ്കിൽ അവർക്കൊരു ചാൻസും കൂടി കൊടുക്കുകയുണ്ടാവും അല്ലേ? എന്താണ് ചെയ്യാമെന്ന് നമുക്കിതിനെ മുന്നോട്ട് നോക്കാം. ഔച്ച് മൈ ഹോൺ, എൻ്റെ ഹോൺ എന്ന് ബസ് പറയുന്നു. ദ ഹോൺ ഫെൽ ഡൗൺ. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. ബസ്സിൻ്റെ ഹോണ് താഴെ വീണു, കാറിൻ്റെ ലൈറ്റും താഴെ വീണു. ഓ മൈ ലൈറ്റ് എന്ന് കാറ് പറയുന്നു, എൻ്റെ ലൈറ്റ്. വാട്ട് ഹാപ്പൻ ടു ദ ബസ്? വാട്ട് ഹാപ്പൻ ടു ദ കാർ? എന്താണ് ബസ്സിന് സംഭവിച്ചത്? ബസ്സിൻ്റെ ഹോണ് താഴെ വീണു. എന്താണ് കാറിന് സംഭവിച്ചത്? കാറിൻ്റെ ലൈറ്റ് താഴെ വീണു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ബസ് പറയുന്നു കാറിനോട്. അപ്പോൾ കാറ് പറയാണ് നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ തെറ്റാണ്. ദ ബസ് ഈസ് ആംഗ്രി. ബസ് ദേഷ്യത്തിലാണ്. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറും ദേഷ്യത്തിലാണ്. വൈ ഈസ് ദ ബസ് ആംഗ്രി? വൈ ഈസ് ദ കാർ ആംഗ്രി? എന്തുകൊണ്ടാണ് ബസ് ആംഗ്രി? എന്തുകൊണ്ടാണ് കാർ ആംഗ്രി ആയത്, ദേഷ്യപ്പെട്ടത്? ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ബസ് ദേഷ്യപ്പെടാൻ കാരണം അതിൻ്റെ ഹോണ് താഴെ വീണു. കാർ ദേഷ്യപ്പെടാൻ കാരണം അതിൻ്റെ ലൈറ്റ് താഴെ വീണു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് ആര് പറയുന്നു? പോലീസ് ഓഫീസർ പറയുന്നു. ഐ ആം സോറി സാർ എന്ന് ബസ് പറയുന്നു. അപ്പോൾ ഇവിടെ പോലീസ് ഓഫീസർ പറയുന്നത് ഇത് നിൻ്റെ തെറ്റാണെന്നാണ് ബസ്സിനോട് പറയുന്നത്. അപ്പോൾ ബസ് ക്ഷമ ചോദിക്കുന്നു പോലീസ് ഓഫീസറോട്. പോലീസ് ഓഫീസർ ഒരു കാര്യോട് പറയുന്നു കാറിനോട്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ഇത് നിൻ്റെയും കൂടി തെറ്റാണെന്ന് പോലീസ് ഓഫീസർ കാറിനോട് പറയുന്നു. അപ്പോൾ കാറ് പോലീസ് ഓഫീസറിനോട് ക്ഷമ ചോദിക്കുന്നു. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്? വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? എന്താണ് പോലീസ് ഓഫീസർ പറയുന്നത്? ഇവിടെ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം ദേ ബോത്ത് മെയ്ഡ് മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ പോലീസ് ഓഫീസർ എന്താണ് പറയുന്നത്? യു ബോത്ത് മെയ്ഡ് മിസ്റ്റേക്ക്. നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിയർ ഈസ് യുവർ ഹോൺ എന്ന് പറഞ്ഞ് ഒരു മങ്കി ബസ്സിന് ആ ഹോണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഹൂ ഹെൽപ്സ് ദ ബസ്? ഒരു മങ്കിയാണ് ബസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഹൂ ഹെൽപ്സ് ദ കാർ? ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതാ ഇവിടെ പറയുന്നുണ്ട് ഹിയർ ഈസ് യുവർ ലൈറ്റ് എന്ന് പറഞ്ഞ് ആ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? കൗവാണ്. കൗവാണ് ആ ലൈറ്റ് അതിൽ വെച്ച് കൊടുക്കുന്നത്. ദ ഹോൺ ഈസ് റെഡി. ഹോണ് റെഡിയായി. ദ ലൈറ്റ് ഈസ് റെഡി. ലൈറ്റും റെഡിയായി. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. ബസ്സും കാറും ഹാപ്പിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. താങ്ക് യു സാർ എന്ന് കാറ് പറയുന്നു. അപ്പോൾ നമ്മുടെ പോലീസ് പറയുന്നു ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ബൈ സർ എന്ന് ബസ് പറയുന്നു.
വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? ഇനി അവർ വേഗത്തിൽ പോവോ? ഇല്ല അല്ലേ. കാര്യം ഒരു പ്രാവശ്യം അവർക്ക് ആക്സിഡൻ്റ് ആയി, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യില്ല. ഇനി ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. പച്ച നിറത്തിലുള്ള ട്രീസ്, നിങ്ങൾ വളരെ നല്ലതാണ്. ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. നീല നിറത്തിലുള്ള പക്ഷികളെ, നിങ്ങൾ വളരെ നല്ലതാണ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് വരേക്കും എല്ലാവർക്കും ബൈ.